പൂർത്തിയാക്കിയ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ പെരുന്നാൾ ദിനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ രണ്ട് ആഘോഷ ദിവസമായ രണ്ട് പെരുന്നാൾ ദിവസം സത്യവിശ്വാസികൾക്ക് എന്തുകൊണ്ടും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ മഹത്തായ അനുഗ്രഹം, അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് പെരുന്നാൾ ആഘോഷം എന്നുള്ളത്. ഈ ഒരു മാസക്കാലം കൊണ്ട് നാം പലതും നേടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമ്മുടെ വർഷങ്ങൾ ബാക്കിയുള്ള 11 മാസങ്ങളിൽ കൂടി അത് പകർന്നു നൽകാനുള്ളതാണ് പരിശുദ്ധമായ ഈ പെരുന്നാൾ സുദിനം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഇന്ന് നാം നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കിക്കൊണ്ട് അവന്റെ മലക്കുകളോട് പറയുന്നു, യാ മലായികതി ഉഷ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹും. ഓ മലക്കുകളെ, കണ്ടോ എന്റെ സത്യവിശ്വാസികൾ, ഒരു മാസക്കാലം അവരോട് പട്ടിണി കിടക്കാൻ ഞാൻ പറഞ്ഞു, ഒരു പട്ടിണി കിടന്ന് നോമ്പനുഷ്ഠിച്ചു. അവരുടെ രാത്രി ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞു, അവർ തഹജ്ജുദ് നിസ്കാരവും തറാവീഹ് നിസ്കാരവും നിർവഹിച്ചു. അവർ കുടുംബബന്ധം പുലർത്തി ധാരാളം സദഖകൾ ചെയ്തു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് മുഴുവൻ അനുസരിക്കുന്ന എന്റെ പാവപ്പെട്ട അടിമകൾ. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ആ പോകുന്ന ആളുകൾക്ക് മുഴുവൻ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ മഹത്തായ പ്രഖ്യാപനമാണ്. എന്റെ കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, നമ്മെ നോക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇത് പറയുന്നത്. പക്ഷേ നാം പോകുന്നത് സിനിമാ തിയേറ്ററിലേക്ക് ആവാൻ പാടില്ല, കള്ളുഷാപ്പിലേക്ക് ആവാൻ പാടില്ല, ആരുടെങ്കിലും വഴക്കുമക്കാണോ ഉണ്ടാക്കാൻ വേണ്ടി ആവാൻ പാടില്ല. അർഹമുർ റഹീമായ റബ്ബ് അവന്റെ മലക്കുകളെ സാക്ഷി നിർത്തി അഭിമാനം പറഞ്ഞത് എന്നെ പറ്റിയും നിങ്ങളെ പറ്റിയുമാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് മാത്രമാണ് ഇത് സന്ദേശമായി നൽകാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലല്ല, പറമ്പിലല്ല, അല്ലെങ്കിൽ അവര് നാം സ്വന്തം ഉണ്ടാക്കിയ പഴവർഗ്ഗങ്ങളിലാണ് ഭക്ഷിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ കുടുംബങ്ങൾ നമുക്ക് നേടിത്തന്ന മഹത്തായ ആ പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഉപ്പമാർ ഇത് നമ്മളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാനില്ല, അവർ ഈ പള്ളിക്കാട്ടിലാണുള്ളത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും ഉറ്റവരുടെയും മുഴകളുടെയും കബറിങ്ങൾ ചെന്ന് ഒരു ഫാത്തിഹ ഓതാതെ ആരും പോകരുതേ എന്ന് വളരെ വിലയിരുത്തിന്റെ ഭാഷയിൽ നിന്നോട് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. മൂന്നാമതൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, 34 വർഷമായി നിങ്ങൾ എന്നെ പോറ്റുന്നു. ഞാൻ നിങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാനും നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഞാൻ വളരെ വേദനയോടൊരു കാര്യം പറയുകയാണ്. ഈ കൂട്ടത്തിൽ ഉപ്പമാരോട് തെറ്റിയ ആളുകളുണ്ട്, മക്കളോട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരോട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്, അയൽവാസികളോട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് കേവലം നമ്മുടെ ഭൗതികമായ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലാവാം, അല്ലെങ്കിൽ ഗ്രൂപ്പിസത്തിന്റെ പേരിലാവാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കബറിന്റെ, നമ്മുടെ മയ്യത്തിന്റെ ഒരു തലപിടിക്കാനുള്ളവരാണ് ഞാനും നിങ്ങളും എന്ന ബോധമുണ്ടാക്കി ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ആരൊക്കെയാണോ പടങ്ങി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പെടിച്ച്, മാത്രമല്ല പൊരുത്തപ്പെടിക്കൽ വാക്കുകൊണ്ട് ഒതുക്കാതെ നേരെ അവന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും അങ്ങുമിങ്ങും സ്നേഹം പങ്കുവെക്കുകയും ചെയ്യണമെന്ന ഒരൊറ്റ പ്രഖ്യാപനം കൂടി നടത്തിക്കൊണ്ട് ഞാൻ വളരെ വിനയത്തിന്റെ ഭാഷയിൽ നിന്നോട് അപേക്ഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റി നിൽക്കാനുള്ളതല്ല. 10,000-കണക്കിന് കോടിക്കണക്കിന് ദോഷങ്ങൾ നമ്മിൽ നിന്ന് വന്നാലും പഠിച്ചവനെ പറ്റിപ്പോയി എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് പുറത്തു നൽകുന്നവരാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ നാം കുറിച്ചുള്ള മനസ്സോടുകൂടി എന്നെ പൊരുത്തപ്പെടിച്ചാലും ഞാൻ പുറത്തു കൊടുക്കുകയില്ല, വല്ല അക്കടപാടുകളുണ്ടെങ്കിൽ തന്നാലും ഞാൻ സ്വീകരിക്കുകയില്ല, ഈ മനസ്സിൽ ഒരിക്കലും നമുക്ക് പാടില്ല. ദുനിയാവിൽ നമുക്ക് അതൊന്നും ബാക്കി വെക്കാനുള്ളതല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഖബറിലേക്ക് പോകാനുള്ളതാണ്. ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്തിന്റെ പേരിലായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ആ പിണക്കം ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് തീരണം. വളരെ വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് അനുസരിക്കണമേ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സന്തോഷത്തിന്റെ ഒരു വാർത്ത കേൾക്കാൻ നിങ്ങൾ എല്ലാവരും അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ പാപങ്ങളാണ്, വിവരമില്ലാത്തവരാണ്, ഞങ്ങൾ ക്ഷമ കുറഞ്ഞവരാണ്, തഖ്വയില്ലാത്തവരാണ്, വീഴ്ചകൾ വന്ന ഇബാദത്തുകളാണെന്ന് പൂർണ്ണമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. റഹ്മാനായ റബ്ബേ, ആ വീഴ്ചയോട് കൂടി തന്നെ ഞങ്ങളുടെ അമലുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണം റഹ്മാനെ. പരിശുദ്ധ റമദാൻ ഞങ്ങളോട് വിട പറഞ്ഞു. ഞങ്ങളുടെ ഒരു